വെൽക്കം ബാക്ക് ടു ഡേ വിത്ത് റിപ്പോർട്ടേഴ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകിട്ടോടെ പ്രഖ്യാപിക്കും. എഐസിസി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എന്നിവരുമായി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയായെന്നും സർപ്രൈസ് ലിസ്റ്റിൽ കൺഫ്യൂഷനില്ലെന്നും കെപിസിസി അധ്യക്ഷൻ കെ. സുധാകരൻ പറഞ്ഞു. എല്ലാ വശങ്ങളും ഗൌരവത്തോടെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അതൃപ്തി മാധ്യമ സൃഷ്ടിയാണെന്നും വി.ഡി. സതീശനും പ്രതികരിച്ചു. ഒരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങളുണ്ടാക്കുന്ന കൺഫ്യൂഷനിൽ ഇന്നലെ രാത്രി തന്നെ ഇതെല്ലാം പൂർത്തിയായതാണ്. നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് ഇന്നലെ 58 സീറ്റുകളിലാണ് ചർച്ച നടന്നത്. കേരളത്തിലെ 16 സീറ്റ് ഉൾപ്പെടെ ആ 58 സീറ്റുകളിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞ് കോൺഗ്രസ് പ്രസിഡന്റ് അത് ഒപ്പുവെച്ച് അത് ഇന്ന് തന്നെ അനൗൺസ് ചെയ്യും. അതിൻ്റെ ആ നടപടിക്രമത്തിൻ്റെ താമസം മാത്രമേ ഉള്ളൂ. ഗൗരവതരമായി ഇന്നലത്തെ CEC മീറ്റിംഗ് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ വശങ്ങളെക്കുറിച്ച് ഗൗരവതരമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കേണ്ടത് AICC ആണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് അത് നമ്മുടെ സീറ്റ് മാത്രമല്ല, ഇന്നലെ 58 സീറ്റുകളുടെ ചർച്ച നടന്നു. നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, കേരളത്തിലെ സീറ്റുകളിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെയും സീറ്റിൽ തീരുമാനമെടുക്കുന്നതിനാണ് ചർച്ചകൾ നീണ്ടുപോയതെന്ന് പറയുമ്പോൾ കേരളത്തിലെ പട്ടികയായെങ്കിൽ അത് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? എന്താണ് ആ പ്രോസസ്സിലെ കാലതാമസം? സുജയ, 58 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ കേരളം, അതോടൊപ്പം തന്നെ കർണാടക, തെലങ്കാന, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കേരളവുമായി ബന്ധപ്പെട്ടും ഇന്ന് ചർച്ചകൾ നിരവധി നടന്നു എന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ അറിയാം. കാരണം രാവിലെ കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്നലെ വൈകിട്ട് തന്നെ എടുത്താണ്. പക്ഷേ അതിൽ ചില അതൃപ്തികൾ അദ്ദേഹം രാവിലെ രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് കൂടിയാലോചനകൾ വേണ്ട രീതിയിൽ ഉണ്ടായില്ല എന്ന വിമർശനം അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന അനുയായികൾക്ക് ഉൾപ്പെടെ ഉയർന്ന സാഹചര്യത്തിലാണ് അതിൽ ചില ചർച്ചകൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ വടകരയിൽ കെ മുരളീധരൻ മാറുമ്പോൾ പകരം ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ടി സിദ്ദിഖോ മത്സരിക്കും എന്നായിരുന്നു പറഞ്ഞത്. ഇതിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ അത്തരത്തെ തീരുമാനത്തെ ഹൈക്കമാൻഡ് എത്തിയിരുന്നു. അതിലും ചില പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ഷാഫിക്ക് ഉൾപ്പെടെ അതിൽ ചില താല്പര്യക്കുറവുകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും എന്താണെങ്കിലും രാവിലെ നടന്നിരുന്നു. ആ ചർച്ചകൾ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. അല്പസമയത്തിനകം, അതായത് 6 മണിക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ പട്ടികയിൽ, നിലവിലത്തെ പട്ടികയിൽ നമുക്ക് മനസ്സിലാവുന്നത് 16 പേരുടെ സ്ഥാനാർത്ഥിത്വം ഒരുമിച്ച് പ്രഖ്യാപിക്കും. അതിൽ TN പ്രതാപന് മാത്രമാണ് സിറ്റിംഗ് എംപിമാരിൽ സ്ഥാനാർത്ഥിത്വം ഇല്ലാത്ത. ആ പൊസിഷനിലേക്ക് TM പ്രതാപന്റെ തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വരികയാണ്. അതോടൊപ്പം തന്നെ കെ മുരളീധരൻ ഒഴിയുന്ന വടകരയിലേക്ക് ഷാഫി പറമ്പിൽ MLA മത്സരിക്കുകയാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ മാറ്റമുള്ളത്. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനവും ആയിരിക്കുന്നു. നിലവിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം കെ. സുധാകരനും മത്സരിക്കാൻ നേരത്തെ തന്നെ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. എന്താണെങ്കിലും ആ പട്ടിക നമ്മൾ നോക്കുകയാണെങ്കിൽ പേരുകൾ നമുക്ക് വടക്ക് തുടങ്ങിയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കും, വയനാട്ടിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ കോഴിക്കോട് MK രാഘവൻ, അതോടൊപ്പം കണ്ണൂരിൽ കെ. സുധാകരൻ, പാലക്കാട്ട് VK ശ്രീകണ്ഠൻ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ ആലത്തൂരിൽ രമ്യ ഹരിദാസ്, ഒപ്പം തൃശ്ശൂരിൽ കെ മുരളീധരൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ, അതോടൊപ്പം എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ, അതോടൊപ്പം തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എന്തു തന്നെയാണ് പട്ടിക. ആ പട്ടികയ്ക്ക് ഇനിയിപ്പോൾ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഇനിയിപ്പോൾ വരാനുള്ളത്. ഈ സ്ഥാനാർത്ഥികൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി, UDFന്റെ സ്ഥാനാർത്ഥികളായി 16 പേർ കേരളത്തിൽ നിന്ന് മത്സരിക്കും. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ വരാനുള്ളത് കോൺഗ്രസ് പ്രസിഡന്റ്, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഉൾപ്പെടെ ഇന്നിപ്പോൾ നേതാക്കൾ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പ്രധാനമായും ചില ചർച്ചകൾ നീണ്ടുപോകാൻ കാരണം, ഒരു വശത്ത് വടകരയിൽ നിന്ന് കെ മുരളീധരൻ മാറുമ്പോൾ അതിൽ അതൃപ്തി 2 വശത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് കെ മുരളീധരന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ UDFിലെ മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തും, അതായത് RMPയും അതോടൊപ്പം മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലപാട് അവർ നേതൃത്വത്തെ അറിയിച്ചു. പക്ഷേ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം കോൺഗ്രസിന് വിട്ടുകൊടുക്കുക എന്ന ആ ഒരു മര്യാദ, മുന്നണി മര്യാദ സ്വാഭാവികമായി അവർ അവസാനം വരെ കൈകാര്യം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ വിഷയത്തിലൊടൊപ്പമുണ്ട്. അതായത് നിലവിൽ KPCC അധ്യക്ഷൻ കെ. സുധാകരൻ മത്സരിക്കുകയാണ്. സ്വാഭാവികമായും KPCC പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ KPCC അധ്യക്ഷന്റെ അധിക ചുമതല നിലവിൽ UDF കൺവീനറായ MM ഹസൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലയളവിലേക്ക് മാത്രമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം കൂടി ഉണ്ടാവുക. ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണവും എന്താണെങ്കിലും പ്രഖ്യാപനവും വരാനുണ്ട്. പ്രഖ്യാപനം വരുമ്പോൾ വീണ്ടും എത്താൻ നമുക്ക് നോബൽ മാരിക്കാരനിലേക്ക്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമായി കഴിഞ്ഞിരിക്കുകയാണ്. മാറ്റങ്ങൾ അത് സർപ്രൈസ് എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്.